7 പേര് ഔട്ടായി. ഇനി 8 പേര് മാത്രമേ ബിഗ് ബോസ് വീടിനകത്ത് ഈ പറയുന്ന ടാസ്കിൽ ബാക്കിയുള്ളൂ. ഇതിനകത്ത് ആര്യൻ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ പറയുന്നുണ്ട്. കുറേയൊക്കെ ബുദ്ധികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പലരും കാണിക്കുന്നുണ്ട്. ഓട്ടക്കണ്ണൊക്കെ ഇട്ട് നോക്കാൻ പറ്റുന്ന സാധനമാണ്. ബിഗ് ബോസിന് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിക്ക് കളിക്കാൻ പറ്റുള്ളൂ. വലിയ ഇൻവോൾവ്മെന്റ് ഇതിൽ കൊടുക്കാൻ പറ്റില്ല. പ്യുവർലി ഈ ടാസ്ക് ലക്കിന്റെ ബേസിസിൽ മാത്രം നടക്കുന്നതാണ്. വെറും ലക്കാണ്. അതെ, ഈ ടാസ്ക് ആക്ച്വലി ബിഗ് ബോസ് ഇത് കൊടുത്തത് എന്തിനാണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കണം. കാരണം 1ാമത്തെയോ 2ാമത്തെയോ ആഴ്ചയൊക്കെയാണെങ്കിൽ ഓക്കെ, അവിടെ നിന്ന് പോട്ടെ. ഇതിപ്പം ഈ 9ാമത്തെ ആഴ്ചയിൽ, ഈ 8ാമത്തെ ആഴ്ചയിൽ വന്ന് ഇത് കൊടുത്ത് 9ാമത്തെ ആഴ്ച നോമിനേഷൻ ഫ്രീ ആക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അതും ഈ നിസാര പോലത്തെ ഒരു ടാസ്ക്. വീക്കിലി ടാസ്ക് തന്നു, വീക്കിലി ടാസ്ക് തൊലച്ചെങ്കിൽ വേണ്ട, ഇമ്മ്യൂണിറ്റി തരുന്നില്ല. എന്തുകൊണ്ട് ബിഗ് ബോസ് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല? ഇവരൊക്കെ കൂടി തന്നെയല്ലേ ടാസ്ക് തൊലച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി തരുന്നില്ല എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡ് ബിഗ് ബോസിന് എടുക്കാമായിരുന്നു. അത് എടുത്തിട്ടില്ല. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റുകൾ? വൈകുന്നേരം 3:30 മുതൽ 5 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. അപ്പോൾ നമ്മുടെ ടാസ്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒന്നും കൂടി പറയാം. ബോട്ടിൽ ഫാക്ടറി അത് തോറ്റത് കൊണ്ട് ഈ പറയുന്ന പുതിയൊരു ഇമ്മ്യൂണിറ്റി പവർ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. 15 കസേര വൃത്താകൃതിയിൽ ആക്ടിവിറ്റി ഏരിയയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ 15 പോഡിയങ്ങളും ഉണ്ട്. നടുക്കൊരു പോഡിയത്തിൽ ഒരു കുപ്പിയിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എല്ലാവരും എഴുതുന്ന എന്ത് ചെയ്യണം? ബ്ലൈൻഡ്സ് കണ്ണിൽ കെട്ടുമ്പോഴത്തേക്കും അവിടെ ക്രൂ ഉണ്ട്. ക്രൂവിലെ ആൾക്കാർ വന്നിട്ട് ബൗൺസേഴ്സ് വന്ന് നിങ്ങളുടെ കണ്ണ് നേരെയാണോ കെട്ടിയിരിക്കുന്നത് നോക്കിയിട്ട് ഒരാളെ തട്ടി അയാളെ അഴിച്ച് തരുമ്പോഴത്തേക്കും ഈ ബോട്ടിലെടുത്ത് ആരാണോ നിങ്ങൾ ഔട്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന അയാളുടെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കുക. പിന്നീട് എല്ലാവരുടെ അത് അഴിച്ചു മാറ്റാൻ പറയുമ്പോൾ അഴിച്ചു മാറ്റിയിട്ട് ആരാണ് ഔട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ ബോട്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് അവരുടെ പേര് ഗസ് ചെയ്ത് പറയുക. ഒരു 3 ചോദ്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഗസ് ചെയ്ത് പറയുമ്പോഴത്തേക്കും അതിനകത്തുള്ളവർ കറക്റ്റ് ആണെന്ന്, നിങ്ങൾ പറയുന്ന ഉത്തരം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ഔട്ടാവും, തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വയം ഔട്ടാവും എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. പ്യുവർലി ഇറ്റ്സ് ലൈക്ക് എ പോലീസും കള്ളനും ഗെയിം ദാറ്റ് വി ഹാവ് പ്ലേഡ് വിത്തിൻ എന്താ പറയുക നമ്മുടെ കസിൻസിൻ്റെ ഇടയിൽ. ഓക്കെ, ആ സാധനമാണിത്, കള്ളനും പോലീസും കളി. അപ്പോൾ ഇതിനകത്ത് ഈ ടാസ്ക് തുടങ്ങുമ്പോൾ ആദ്യം ആര്യനെ മറ്റേ ഒരു കുടമുണ്ട്. ഒരു കുടത്തിനകത്ത് നിന്നാണ് എന്ത് എടുക്കാനുള്ളത്? ചിറ്റ് പോലത്തെ ഒരു ഇത് എടുക്കണം. ഒരു ബോക്സിൽ എല്ലാവരുടെയും പേര് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ബൗൺസേഴ്സിൽ ഒരാൾ ഇങ്ങനെ എടുത്ത് കാണിച്ചപ്പോൾ ആര്യനാണ്. അപ്പോൾ ആര്യൻ്റെ കെട്ടാണ് ആദ്യം ഒഴിക്കാനുള്ളത്. ആര്യൻ്റെ കെട്ട് അഴിച്ചു. ആര്യൻ്റെ കെട്ട് അഴിച്ചപ്പോഴത്തേക്കും ആര്യൻ ജിഷിൻ്റെ ഫ്രണ്ടിൽ കുപ്പി കൊണ്ട് വെച്ചു. കണ്ണൊക്കെ തുറന്നു. ജിഷിൻ എല്ലായിടത്തും നോക്കി ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്നു. പക്ഷെ അഭിലാഷിൻ്റെ പേരാണ് പറഞ്ഞത്. അഭിലാഷ് ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ അഭിലാഷിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ആരൗട്ടായി? ജിഷിൻ ഔട്ടായി. ആദ്യം ജിഷിൻ ഔട്ടായി. നേരെ ലിവിംഗ് റൂമിൽ പറഞ്ഞു വിട്ടു. ലിവിംഗ് റൂമിൽ എല്ലാം TV ഇട്ട് കാണിക്കുകയാണ്. അടുത്ത് ദെൻ നെവിൻ അടുത്ത് വീണ്ടും ഈ റൗണ്ട് കഴിയുന്നു. വീണ്ടും കണ്ണ് കെട്ടുന്നു. ബൗൺസേഴ്സ് നെവിൻ്റെ കെട്ടഴിക്കുന്നു. നെവിൻ ആര്യൻ്റെ നേർക്ക് കൊണ്ട് വെക്കുന്നു. അപ്പം ആര്യൻ കാണുന്നുണ്ടെന്നാണ് നെവിൻ പറയുന്നത്. പക്ഷേ ശരിക്കും എനിക്കത് ലൈവ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അവരുടെ ആംഗിൾ അല്ല, നമ്മൾ TV കൂടെ കാണുന്നതല്ലേ. അപ്പോൾ ആര്യൻ കണ്ടോ ഇല്ലേന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നെവിൻ പറയുന്ന സത്യമാണോ ആര്യൻ പറയുന്ന സത്യമാണോ നമുക്ക് അറിയത്തില്ല. ആര്യൻ കറക്റ്റായിട്ട് കുറച്ചു നേരം കറങ്ങി നടന്നിട്ട് നെവിനാണ് ഈ പറഞ്ഞ പോലെ എൻ്റെ നേരെ ബോട്ടിലോണ്ട് വെച്ചെന്ന് പറയുന്നത്. നെവിൻ ഔട്ടാവുന്നു. കറക്റ്റായിട്ട് ഉത്തരം കൊടുത്ത് നെവിൻ ഔട്ടാവുന്നു. അപ്പോൾ തന്നെ നീ നോക്കുന്നത് ഞാൻ കണ്ടതാണ്, നിന്റെ അടുത്തോട്ട് വന്നപ്പോൾ നീ ഇങ്ങനെ നോക്കുന്നത് ഞാൻ കണ്ടതാണ്, അപ്പോൾ ഇന്ന് ഇറങ്ങി പോടാ വെറുതെ കള്ളം പറയാതെ എന്ന് ഈ പറയുന്ന ആര്യൻ പറയുന്നുണ്ട്. ഇനി കാണാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഉള്ള കാര്യം ഇനി ലാലേട്ട വന്ന് നോക്കുമ്പോൾ അറിയാം. ദെൻ അടുത്ത് സാബുമാൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കുകയാണ്. സാബുമാൻ്റെ കണ്ണാണ് അടുത്ത് അഴിക്കുന്നത്. സാബുമാൻ എടുത്ത് അനുവിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കുന്നു. അനു അഭിലാഷിൻ്റെ പേര് ചിരിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് പറയുന്നു. വീണ്ടും അനു തന്നെ ഔട്ടായി പോകുന്നു. അടുത്ത് അനീഷ് ഈ പറയുന്ന എല്ലാ റൗണ്ട് നടക്കുമ്പോഴും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ കണക്കിന് ഒരു എക്സ്പ്രഷനും ഇല്ല, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ വീട്ടുകാരെ മൊത്തം അനീഷിൻ്റെ പേര് പറയത്തില്ല. അപ്പോൾ അനീഷിൻ്റെ കെട്ടഴിക്കുകയാണ്. അടുത്ത 4ാമത്തെ റൗണ്ടിൽ അനീഷ് അക്ബറിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുന്നു. അക്ബർ കറക്റ്റായിട്ട് അനീഷിൻ്റെ പേര് പറയുന്നു. പക്ഷേ അത് കാണാനൊന്നും പറ്റുന്നില്ല. അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ കാണാനൊന്നും പറ്റുന്നില്ല. അത്രയ്ക്ക് ഇറുക്കിയാണ് കെട്ടുന്നത്. ജിസേൽ ഇതിനിടയിൽ കൂടെ 1-2 നമ്പർ ഇടുന്നുണ്ട്. ഇങ്ങനെ കെട്ടിവെച്ചാൽ എൻ്റെ കണ്ണിൽ ലെൻസ് ഉള്ള എൻ്റെ ഐലാഷസ് ഒക്കെ ഇങ്ങനെ ആകും എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത 5ാമത്തെ റൗണ്ടിൽ ആദിലയുടെ കെട്ടാണ് അഴിക്കുന്നത്. ആദില സാബുവിൻ്റെ നേർക്കൊണ്ട് വയ്ക്കുന്നു. സാബു കറക്റ്റ് ഈ ഓവറായിട്ട് ആദില ഇടന്ന് ചിരിക്കുമ്പോൾ കണ്ടുപിടിക്കുന്നു ആദിലയാണെന്ന്. അങ്ങനെ ആദില ആ റൗണ്ടിൽ നിന്ന് ഔട്ടാവുന്നു. അനീഷ് അക്ബറിനെ നേരെ കൊണ്ടുവച്ചത് അക്ബർ അനീഷാണെന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് ഔട്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് ബിഗ് ബോസിന് ഐഡിയ തോന്നുന്നത്, ഇത്രയും നേരം നിങ്ങൾ ഇങ്ങനെയല്ലേ ഇരുന്നുകൊണ്ടിരുന്നത്, അതായത് ഇങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ നേരെ ഒരാൾ വരുന്നു, അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കൊണ്ടുവയ്ക്കുന്ന ആരാണെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നേ, അപ്പോൾ കാണാൻ പറ്റില്ല. അതൊരു നല്ല ഐഡിയ ആണ്. അപ്പോൾ പിന്നെ തിരിഞ്ഞിരിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവരും തിരിഞ്ഞിരിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഒരു പിടിയും കിട്ടുന്നില്ല. എന്നിട്ട് ലക്ഷ്മിയുടെ കെട്ടാണ് അഴിക്കുന്നത്. ലക്ഷ്മിയുടെ പേര് ഇതിനകത്തുനിന്ന് വീണ്ടും കിട്ടുന്നു.
ഈ ബോക്സിന് ഓരോ തവണയും ബൗൺസേഴ്സ് ബോക്സിൽ നിന്ന് പേരെടുക്കും. അപ്പോൾ ആരുടെ പേരാണോ കിട്ടുന്നത് അവരുടെ കണ്ണാണ് അഴിക്കുന്നത്. അപ്പോൾ ലക്ഷ്മിയുടെ ഇതെടുത്തിട്ട് ലക്ഷ്മിയുടെ കണ്ണഴിക്കുമ്പോഴത്തേക്കും ഒനീലിൻ്റെ കൊണ്ട് ലക്ഷ്മി വെക്കുകയാണ്. ഇപ്പം മൊത്തം പിടി കിട്ടുന്നില്ല. ഒനീൽ അഭിലാഷിന്റെ പേര് ഒരു കാരണവശാലും അഭിലാഷ് ഒനീലിന്റെ പുറത്ത് വെക്കൂല എന്ന് ഒനീൽ നല്ലപോലെ അറിയാം. എന്നിട്ട് ഒനീൽ മണ്ടത്തരം കാണിച്ചു അഭിലാഷിന്റെ പേര് പറഞ്ഞു. ഒനീൽ തന്നെ ഔട്ടായി പോയി. വീണ്ടും ബോക്സ് കറക്കി എടുക്കുമ്പോൾ ലക്ഷ്മിയുടെ പേര് തന്നെയാണ് വരുന്നത്. ലക്ഷ്മി സാബുവിന്റെ നേർക്ക് കൊണ്ടുവയ്ക്കുന്നു. സാബു കറക്റ്റായിട്ട് ലക്ഷ്മിയുടെ പേര് പറയുന്നു. ലക്ഷ്മി ഔട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് അവർക്കൊരു ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ആദ്യത്തെ 7 റൗണ്ട് കഴിയുമ്പോൾ 7 പേര് ഔട്ടായി. ജിഷിൻ, നെവിൻ, അനു, അനീഷ്, ആദില, ഒനീല്, ലക്ഷ്മി ഇവർ ഇത്രയും ഔട്ടായി. ഇനി അവിടെ ബാക്കിയുള്ളത് അഭിലാഷുണ്ട്, അക്ബറുണ്ട്, ആര്യനുണ്ട്, സാബുമാനുണ്ട്, പിന്നെ ജിസേലുണ്ട്, ഷാനവാസ് ഉണ്ട്, പിന്നെ ഒരാൾ കൂടി നൂറ. ഇവരിത്രയാണ് ഇനി അവിടെ അല്ല നൂറ, ഇനി ഒരാൾ കൂടി നൂറ ബിന്നി. ഇവരിത്രയാണ് അവിടെ ഉള്ളത്. വേറെ ആരും അവിടെ ഇല്ല. എല്ലാവരും ഔട്ടായി ഇതിനകത്തോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇവരിൽ ആർക്കെങ്കിലും ആയിരിക്കും ഇമ്മ്യൂണിറ്റി കാർഡ് കിട്ടുന്നത്. ഇവിടെ തിരിച്ച് വന്നിട്ട് ഈ പറയുന്ന പോലെ എല്ലാവരും ഇവർക്ക് ടി വി ഇട്ട് കാണാമല്ലോ. ടി വി ഇട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. ഓഹോ നോക്കാം, ഇയാൾ നോക്കുന്നു. പക്ഷെ അതിനെക്കുറിച്ചുള്ള സത്യം പറയാൻ നമുക്ക് അറിയത്തില്ല. കാരണം നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം നമുക്ക് നോക്കാം ആർക്കാണ് ഇമ്മ്യൂണിറ്റി കാർഡ് കിട്ടുന്നതെന്ന്. അതിൻ്റെ വിശേഷങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് ഞാൻ വരാം. എന്തായാലും പോലീസും കള്ളനും ടാസ്ക് കലക്കിയിട്ടുണ്ട്. ബിഗ് ബോസേ കലക്കിയിട്ടുണ്ട്. അപ്പോൾ ബൈ.